എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം. ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ ദഫ്മുട്ടിനെ പറ്റിയിട്ട്. ശരിക്കും നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്തിട്ട് ഓടരുത്. ആദ്യം ഒരു വീഡിയോ നമ്മൾ ഇടുമ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി കേൾക്കുക. അതിനുശേഷം നിങ്ങൾ പ്രതികരിക്കൂ. കാര്യം നമ്മൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നത് തന്നെ. ശരിക്കും ആ ഒരു വീഡിയോയിൽ ഞാൻ ആരെയും ഒരു ഇസ്ലാമിയെയും കുറ്റപ്പെടുത്തിയല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ശരിക്കും ആ ക്ഷേത്ര കമ്മിറ്റിക്കാരെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയത്. അത് ആ വീഡിയോ കാണുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ അത് മുഴുവനും കാണാണ്ട് അങ്ങനെയോടെ ഇങ്ങനെയോടെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് നിങ്ങൾ പലരും വന്നിട്ട് ഇടുന്ന കമൻറ്റുകളുണ്ടല്ലോ, അത് വളരെ മോശമാണ്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടും കാണൂ ദയവ് ചെയ്ത്. സ്കിപ്പ് ചെയ്ത് പോയിട്ട് നമ്മൾ പറയുന്നതിൽ ഏതെങ്കിലും ഒരു നൂല് മാത്രം കിട്ടിയിട്ട് അത് കൊണ്ടുവന്നിട്ട് കമൻ്റ് ഇട്ട് വെറുതെ എന്തിനാണ്? എന്തൊക്കെ പറയാനാണെങ്കിലും ഇതിനകത്ത് വന്ന കുറേയേറെ കമൻറ്റുകളുണ്ട്. ഞാൻ ആ കമൻറ്റ് കാണിക്കാൻ കൂടിയിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പുറമേ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ദഫ്മുട്ട് നടത്തിയതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് പക്ഷേ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തായതിലാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം വന്നത്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിലരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ അന്ന് മദ്യപിച്ച് കുടിച്ച് പൂസായിട്ട് ക്ഷേത്ര കോമ്പൗണ്ടിൽ കിടന്ന് തലയും കുത്തി മറിഞ്ഞ് ഡാൻസ് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലേ? നിങ്ങൾക്ക് അതൊക്കെ ആസ്വദിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതൊക്കെയാണോ നിങ്ങൾക്കിഷ്ടം? അല്ലാതെ ഇതിനാണോ നിങ്ങൾക്ക് ഇത്തിരി ചെരുപ്പിട്ട് വന്നതിലാണോ ഈ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. എടോ, ഇങ്ങനെ പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തും ശ്രീകോവിലിനകത്തും ഇനി എത്ര മദ്യപിച്ചെന്ന് പറഞ്ഞാലും എങ്ങനെയെന്ന് പറഞ്ഞാലും ആരും ചെരുപ്പ് ഉപയോഗിച്ച് കയറത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അറിയില്ലെങ്കിൽ അതറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം കമൻ്റ് ഇടാൻ വരൂ. ഞാൻ വലിയ പാണ്ഡിത്യമൊന്നുമുള്ള കക്ഷിയൊന്നുമല്ല. മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ അത്രയും വലിയ പണ്ഡിതയൊന്നുമല്ല. പക്ഷേ പാണ്ഡിത്യമുള്ള ആളുകളോട് സംസാരിക്കേ, അതിനുശേഷം വരൂ പ്ലീസ്. അല്ലാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെ ഓരോന്നുമായിട്ട് പറയരുത്. വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവണം. ശരിക്കും ക്ഷേത്രത്തിൽ മദ്യപിച്ച് ഉത്സവ സമയത്ത് മദ്യപിച്ച് കൂത്താടാറൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ അവർ പ്രവേശിക്കാറില്ല. അതായത് ക്ഷേത്രത്തിന് 4 ചുറ്റും ഒരു മതിലുണ്ടാവും. ആ മതിൽക്കെട്ടിനകത്ത് മദ്യപിച്ചാരും പ്രവേശിക്കാറില്ല. ഞാൻ കണ്ടിട്ടുമില്ല. അതാണ് വാസ്തവം. അങ്ങനെ ഒരു കമൻ്റ് ഇട്ട ആളിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരാളിട്ട കമൻറ്റ്, അതിൻ്റെ മറുപടിയും ഞാനിപ്പോൾ തന്നെ പറയാം. അത് മറ്റൊന്നുമല്ല. ആ ആളിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ നോൺ വെജ് കഴിക്കും, പിന്നെ നിങ്ങളെ ദൈവങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന്. എടോ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നോൺ വെജ് ഞങ്ങളെല്ലാം കഴിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു 5-5:30 ആകുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവാറുണ്ട്. ഞാനൊക്കെ ഒരു ചായ പോലും പിന്നീട് കുടിക്കാറില്ല. അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ തീർത്ഥജലമൊക്കെ സേവിച്ച് അതിനുശേഷം പ്രസാദമൊക്കെ തൊട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഒരു ചായയെങ്കിലും കുടിക്കുന്നത്. പക്ഷേ ദൂരെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്ക് അത് പറ്റത്തില്ല. അവർ ഭക്ഷണം കഴിക്കും, അതുപോലെ ഇതുപോലെ വെള്ളമോ ചായയോ ഒക്കെ കുടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചോറ്റാനിക്കരയോ കൊടുങ്ങല്ലൂരോ പഴനിയിലോ ഗുരുവായൂരോ ഒക്കെ പോവുകയാണെങ്കിൽ നല്ല ദൂരമുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാതെ പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ പോകുമ്പം ആ ഒരു രീതിയിൽ കുടിക്കും. പക്ഷേ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം പരമാവധി കൂടുതൽ ആളുകളും നോൺ വെജ് ഒഴിവാക്കുന്നവരുണ്ട്. വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നോൺ വെജ് ഒഴിവാക്കിയിട്ട് പോകുന്ന ആളുകളുണ്ട്. അല്ലാതെ തന്നെ നോൺ വെജ് കഴിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്കകത്തല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുന്നത് 5 മണി 5:30 കഴിഞ്ഞതിന് ശേഷമേ പോകത്തുള്ളൂ. അപ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന ഫുഡ് ദഹിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് ശുദ്ധമായിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട.
നമ്മൾ പാലിച്ചു വരുന്ന ചില കാര്യങ്ങളും ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? അത് പറയൂ. ഇപ്പോൾ നമ്മളാരും വന്നിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആര് അവകാശം തന്നു? അല്ലെങ്കിൽ നിങ്ങളോട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇത്ര മണിക്ക് ബാങ്ക് വിളിക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നമ്മൾ ചോദിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടമാവോടോ? നമ്മൾ ചോദിക്കത്തില്ല, അങ്ങനെ ചോദിക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിലാണ് ഓരോരുത്തർ ജീവിക്കുന്നതും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ ജീവിച്ചോളൂ. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. വൈകുന്നേരം വാങ്ങുവിളിയൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് മനസ്സിന്. ഭഗവാനെ ഇല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവിടെ നമ്മളാർക്കും ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നമ്മൾ നോൺ വെജ് കഴിക്കുന്നു, പിന്നെ നിങ്ങളുടെ ഭഗവാൻ എന്താണ് പ്രശ്നം? ഇത് വല്ലാത്തൊരു മതം തന്നെ എന്നൊക്കെയാണ് ചിലർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എടാ, നമുക്കതിൽ കുഴപ്പമില്ല. നമ്മളുടെ നമുക്ക് മുമ്പേ ജനിച്ചവർ, നമ്മുടെ കാലത്തുള്ള നമ്മുടെ പൂർവികർ വരെ ഇത് ഫോളോ ചെയ്ത് വരുന്നവരാണ്. അവർ ഫോളോ ചെയ്താണ് നമ്മൾ ഇതുവരെ എത്തിയത്. നമുക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ്? നിങ്ങളോട് അവിടെ കയറേണ്ടെന്ന് പറഞ്ഞത് ചെരുപ്പിട്ട് കയറിയതുകൊണ്ടാണ്. എല്ലാവരും ചെരുപ്പിട്ടു, നിങ്ങളൊക്കെ നോൺ വെജൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള അത് ഞാൻ ആ വീഡിയോയിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കിനി പറയാനൊന്നും പറ്റില്ല. വെറുതെ വീഡിയോയുടെ ലെന്ത് കൂട്ടാന്നേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ചിലരൊക്കെ ഇട്ട കമൻറ്റിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ പ്രതികരിക്കാമെന്ന് തന്നെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ വിശ്വാസമോടോ, അതിൽ നിങ്ങളെന്തിനാണ് കൈകടത്തുന്നത്? അത് നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മുടെ ദൈവങ്ങളെ നോൺ വെജ് കൊടുക്കണോ വെജ് കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലേ. എന്തിനാ അതിലൊക്കെയൊക്കെ അഭിപ്രായം പറയുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊക്കെ പറയേണ്ടത് അമ്പല കമ്മിറ്റിക്കാർ തന്നെയാണ് പറയേണ്ടത്. നിങ്ങളെ ആരെയല്ല ശരിക്കും പറയുകയാണെങ്കിൽ പറയേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ വെച്ച് നടത്തി. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ പോലും നിങ്ങൾ വരാനുണ്ടായ കാര്യമെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, നമുക്കും വരുന്നില്ല, നിങ്ങൾക്കും വരുന്നില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ അമ്പല കമ്മിറ്റിക്കാർ കാണിച്ച തോന്നിയാസമാണ് ഇതിനെല്ലാത്തിനും കാരണം. ശരിക്കും സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റിക്കാരെന്ന് വെച്ചാൽ ദൈവവിശ്വാസികളായിരിക്കണം. അങ്ങനെ ദൈവവിശ്വാസികളാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഒരു ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് ക്ഷേത്ര കമ്മിറ്റിയിലൊക്കെ കൊണ്ടിരുത്തുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പിന്നീട് ഇതുപോലെ കുറേ കമൻറ്റുകളുണ്ട്, കുറേ കമൻറ്റുകളുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റ്, ഞാൻ ആ കമൻറ്റുകളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും കാണാം. ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റ്, അത് പറയുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കമ്മിറ്റിക്കാരുടെ തലയിൽ സെപ്റ്റി ടാങ്കാണോ തീട്ടമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ബദലായിട്ട് ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ്, തീട്ടം ആവശ്യമാണെങ്കിൽ കമ്മിറ്റിക്കാർക്ക് കൊടുക്കാൻ ആ പുള്ളിക്കാരൻ ഒരു കാക്കയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. കമൻറ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും, അപ്പം നിങ്ങൾ കണ്ടോ. അയാളോട് പറഞ്ഞാൽ മതിയെന്ന്. എങ്ങനെ ഇരിക്കുന്നു? കമ്മിറ്റിക്കാർക്ക് കൊടുക്കാനുള്ള അമേദ്യം ആ കാക്കയുടെ പറഞ്ഞാൽ കൊണ്ടുതരാമെന്നാണ് പറയുന്നത്. കാക്കമാർ തൂറിയത് കമ്മിറ്റിക്കാർക്ക് കൊടുക്കാനാണ് അവർ പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? എന്താ പറയുന്നത്? എന്തിനാ പരസ്പരം നമ്മൾ ബഹുമാനിക്കുക. ആരാധനാലയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറാതിരിക്കുക, അതാ നല്ലത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇസ്ലാമികരെ കുറ്റം പറയുന്നില്ല. അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവർ അതിക്രമിച്ച് കടന്നൊന്നുമല്ല ദഫുമുട്ട് നടത്തിയത്. കമ്മിറ്റിക്കാരെ വരെ സ്നേഹത്തോടെ വിളിച്ചു കയറ്റിയതാണ്. അതിനവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള മണ്ടന്മാർ ഓരോന്നും വിളിച്ച് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ കയറി വരല്ലേ എന്ന് മാത്രമേ ഞാൻ അവരോട് പറയുന്നുള്ളൂ. കാരണം നമ്മളുടെ ഇടയിലുള്ള ഈ ഒരു സ്നേഹവും ഐക്യതയൊക്കെ ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ അതേ ഉള്ളൂ മാർഗം. ഇപ്പം തന്നെ കുറേ ആളുകളൊക്കെ പ്രതികരിച്ചു. ഇതിൽ ഏറ്റവും ഞാൻ ശരിക്കും ഇങ്ങനെ ഈ ഒരു പ്രതികരിച്ച ഒരു സംഭവം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ, അതിൽ ഒരാൾ പറഞ്ഞൊരു വാക്ക്, ഒരാളല്ല 1-2 പേരിട്ടൊരു കമൻറ്റ്, ആ ഒരു കമൻറ്റ് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്താണെന്നറിയാമോ? ഹൈന്ദവ സ്ത്രീകളെ നാണം കെടുത്തിക്കൊണ്ടുള്ളൊരു കമൻറ്റാണ് ആ ഇട്ടിരിക്കുന്നത്. അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. ഹൈന്ദവ വർഗത്തിലെ സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കമൻറ്റാണത്. ഇങ്ങനെ ഒരു കമൻറ്റ് നമ്മൾ ഇസ്ലാമിക സ്ത്രീകളെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ക്രൈസ്തീയ സ്ത്രീകളെ ഉദ്ദേശിച്ചോ നമ്മൾ ഇടുകയാണെങ്കിൽ അവരാരും പ്രതികരിക്കാതിരിക്കുമോ? പറയൂ, നിങ്ങളാരും പ്രതികരിക്കത്തില്ലേ?
ആ കമൻറ്റ് എത്ര ബാഡാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു തരാം. ആ കമൻറ്റ് ഇവിടെ ഞാൻ കാണിച്ചേക്കാം. എന്നാലും ഞാൻ പറയാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ ചെരുപ്പിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഹൈന്ദവ സ്ത്രീകളൊന്നും എന്താണ് അത് പറയാൻ എനിക്ക് തന്നെ നാണക്കേടാവുന്നുണ്ട്. അത്രയും മോശം, അത്രയും മ്ലേച്ഛകരമായ രീതിയിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. അയാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹൈന്ദവ സ്ത്രീകളാരും മൂത്രമൊഴിച്ചാൽ വാഷ് ചെയ്യില്ലെന്നാണ് അയാൾ പറയുന്നത്. അതെ, അദ്ദേഹം പറയുന്നത് ഹൈന്ദവ സ്ത്രീകളാരും മൂത്രമൊഴിച്ചാൽ കഴുകില്ല. നിങ്ങൾ ആദ്യം ചെരുപ്പിട്ട് ക്ഷേത്രത്തിൽ കയറിയതിനെ ചോദ്യം ചെയ്യാതെ ആദ്യം നിങ്ങൾ ഹൈന്ദവ സ്ത്രീകൾ മൂത്രമൊഴിച്ച് കഴുകാൻ ശീലിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ആ പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഹൈന്ദവ സ്ത്രീകളെ മൊത്തത്തിലായിട്ട് പറയുമ്പോൾ അതിൽ നമ്മളെല്ലാവരും ഉൾപ്പെടും. അപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ പുള്ളിക്കാരൻ എന്താ ജോലി? ഹൈന്ദവ സ്ത്രീകൾ മൂത്രമൊഴിക്കാൻ പോകുന്നിടത്ത് ഒളിഞ്ഞു കിടന്ന് നോട്ടമാണോ ഈ പുള്ളിക്കാരൻ്റെ ജോലി? എനിക്ക് അയാളോട് ചോദിക്കാനുള്ളതാണ്. എടോ മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ലേ ഈ ഹൈന്ദവ സ്ത്രീകൾ പെടുക്കാൻ പോകുന്നിടത്ത് ഒളിഞ്ഞു കിടന്ന് നോക്കാനായിട്ട്? ഇത് വെറും വൃത്തികെട്ട കാര്യമല്ലേ? സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കടോ. താങ്കളുടെ അമ്മയും പെങ്ങളും സഹോദരിയും ഭാര്യയും എല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എന്തിനാണ് മറ്റു സ്ത്രീകൾ മൂത്രം ഒഴിക്കുന്നിടത്തൊക്കെ ഒളിഞ്ഞു കിടന്ന് നോക്കുന്നത്? അത് വളരെ മോശം കേട്ടോ. അങ്ങനെയുള്ള തൻ്റെ ഈ വികൃതമായ മനസ്സാണ് ആ കാണിക്കുന്നത്. വൈകൃതമാണ്, തൻ്റെ മനസ്സിൻ്റെ വൈകല്യമാണ് താനീ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൈന്ദവ സ്ത്രീകൾ മൂത്രം ഒഴിക്കുന്നിടത്ത് ഒളിഞ്ഞു നിന്ന് നോക്കുക എന്നുള്ള തൻ്റെ വൈകൃതം, തൻ്റെ വികൃതമായ മനസ്സ്, അതാണ് താനിവിടെ കാണിച്ചിരിക്കുന്നത്. അവർ കഴുകാറില്ലെന്ന് പുള്ളിക്കാരന് നന്നായിട്ട് മനസ്സിലായി. പിന്നെ പുള്ളിക്ക് ഇടയ്ക്ക് വെച്ചൊരു ജോലി ഉണ്ടായിരുന്നു. ഈ ഹൈന്ദവ സ്ത്രീകൾ മൂത്രം ഒഴിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇയാളായിരുന്നു ഒന്ന് കഴുകി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ പുള്ളിക്കാരന് അതിന് സമയം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, പുള്ളിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരനിപ്പോൾ കഴുകി കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഹൈന്ദവ സ്ത്രീകളെല്ലാവരും മൂത്രം ഒലിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒരു വൃത്തിയില്ലാതെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി എന്തെങ്കിലും അതായത് ഞാൻ ഈ പറയുന്നത് ആദ്യം ഒരു കാര്യം ഒന്നുകൂടി ഞാൻ പറയാം. ഞാനിത് ഇസ്ലാം മത വിശ്വാസികളെ മുഴുവനല്ല പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ വൃത്തികേടുകൾ കമൻ്റ് ഇട്ട ആളിനെ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആരാണ് എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ തെമ്മാടിത്തരം കമൻ്റ് ഇട്ടേന്ന് വെച്ചാൽ അയാളെ മാത്രമാണ് പറയുന്നത്, അയാളെ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിം സഹോദരങ്ങളെ മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, ഒരു ക്രിസ്ത്യൻ സഹോദരങ്ങളെ മൊത്തത്തിലല്ല പറയുന്നത്, ആരെയും മൊത്തത്തിൽ അടച്ചേൽപ്പിച്ചല്ല പറയുന്നത്. ഞാനിപ്പോഴും നെഞ്ചിൽ കൈവച്ച് പറയുന്നു, നിങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ്. നിങ്ങളും നമ്മളും എല്ലാം ഒരുമിച്ച് കളിച്ചാണ് വളർന്നത് ഈ രാജ്യത്ത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് ഒരു മുട്ടായി കിട്ടിയാലും പങ്കുവെച്ച് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും വീണ്ടും ഞാൻ പറയുകയാണ്, ഞാനിടുന്നതിൻ്റെ ഈ ക്ലിപ്പിൻ്റെ ഏതെങ്കിലും ഒരു അറ്റവും മൂലയും കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോയി അവിടെ ഇവിടെ മറ്റുള്ള ചാനലിലൊക്കെ ഇട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരും നിൽക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് മൊത്തത്തിലല്ല വരുന്നത്, അതിൻ്റെ ഏതെങ്കിലും അറ്റവും മൂലയായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിത് ഇസ്ലാമിക സഹോദരങ്ങളെ അല്ല പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടത് അത് ഫേക്ക് ഐ ഡിയിലായാലും അല്ലാത്ത ഐ ഡിയിലായാലും ഇനി ഒറിജിനലായിട്ടാണ് ഞാൻ ആ പുള്ളിക്കാരൻ്റെ കമൻറ്റ് ഞാൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ആ പുള്ളി പറഞ്ഞിരിക്കുന്നത്, നീ ആദ്യം പോയി പിന്നെ ചെരുപ്പിട്ട് ക്ഷേത്രത്തിൽ കയറിയാൽ എന്താ സംഭവിക്കുന്നത്? ഹൈന്ദവ സ്ത്രീകൾ ആദ്യം മൂത്രമൊഴിച്ച് കഴുകണമെന്ന്. ഇവനായിരുന്നു കഴുകി കൊടുത്തുകൊണ്ടിരുന്നത്. സ്ത്രീകളെല്ലാം മൂത്രമൊഴിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇവൻ വരാത്തത് കൊണ്ട് ഹൈന്ദവ സ്ത്രീകളെല്ലാം ഇങ്ങനെ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ്, അവിടെ കുത്തിയിരിക്കുകയാണ്. അവർക്ക് വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ല. വാഷ്റൂമിൽ ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം ഈ പുള്ളിക്കാരൻ വന്ന് കഴുകി കൊടുത്താലേ അവർക്ക് വീടിനകത്തേക്ക് കയറാൻ പറ്റൂ. ആ ഒരു അവസ്ഥയിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി, ആ ഒരു വിഷമം മനസ്സിലാക്കി, ഈ പിറന്നാൻ, ഈ ഒരു പൊന്ന് സഹോദരൻ, ഈ ഒരു പൊന്നാങ്ങളെ പോയി ആ ഹൈന്ദവ സ്ത്രീകൾക്കെല്ലാം കഴുകി കൊടുക്കുക. അത്രേ എനിക്ക് പുള്ളിക്കാരനോട് പറയാനായിട്ടുള്ളൂ. ഇതിലൊക്കെ പ്രതികരിച്ചില്ലെങ്കിലുണ്ടല്ലോ, അടച്ചാക്ഷേപിച്ചു. ഈ ഹൈന്ദവ സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്താ നാണോ മാനമൊന്നും ഇല്ലേടോ? എല്ലാ വർഗത്തിലും എല്ലാവരും ഇതൊക്കെ വാഷ് ചെയ്തും വൃത്തിയാക്കി തന്നെ നടക്കുന്നത്. നിങ്ങളുടെ വെറും വികൃതമായ മനസ്സിൽ വെറുതെ തോന്നുന്നതാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ മറ്റു മതക്കാരും ഇതൊന്നും ചെയ്യില്ല, നമ്മൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള തൻ്റെ വികൃതമായ മനസ്സാണ്, തൻ്റെ വൈകൃതമായ മനസ്സാണോ ഈ കാണിക്കുന്നതും ഈ പറയുന്നതും ഒക്കെ. എല്ലാവരും നല്ല വൃത്തിയായിട്ട് നടക്കുന്നവർ തന്നെയാണ്. എനിക്കറിയാം പല സ്ത്രീകളെയും തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാലും മൂത്രമൊഴിക്കാനൊന്ന് പൊയ്ക്കോളാൻ മുട്ടിയിട്ട് പല അമ്മമാരും കഷ്ടപ്പെടുന്നത്, കാരണം ഇത്തിരി വെള്ളമൊന്നും ഇല്ലെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
തനിക്കൊക്കെ എന്താടോ? തന്നെ അമ്മയല്ലേടോ പ്രസവിച്ചത്? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കഷ്ടം തന്നെ, കഷ്ടം. ഇതുപോലെ പലരും പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. ക്ഷേത്രത്തിനുള്ളിൽ, അതായത് ക്ഷേത്രത്തിനുള്ളിൽ ചെരുപ്പിട്ട് കയറാത്തതിലാണ് വേറെ കുറേ ആളുകൾക്ക് വിഷമം. അവർ പറയുന്നുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ചെരുപ്പ് വെച്ചിട്ട് കയറേണ്ട കാര്യം എന്താണ്, ക്ഷേത്രത്തിനകത്ത് ചെരുപ്പിട്ട് കയറാത്തത് അത്രയും വൃത്തികേടല്ലേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്ത് ചെരുപ്പിട്ടാലും ക്ഷേത്രത്തിന് പുറത്ത് ചെരുപ്പിട്ടാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എടോ, ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിടുന്ന ചെരുപ്പ് ഇട്ടിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്, നമ്മൾ പല അഴുക്കിലും മാലിന്യത്തിലും ചവിട്ടിയാണ് നമ്മൾ നടന്നു വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് അതുകൊണ്ടാണ് നമ്മളത് ഊരി വെച്ചിട്ട് അവിടെ പുറത്ത് ടാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ കാല് കഴുകിയിട്ട്, ചില ക്ഷേത്രങ്ങളിൽ കുളം ഉണ്ടാവും, അപ്പോൾ കുളത്തിൽ കാല് കഴുകിയതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊന്നും കുളങ്ങളൊന്നും ഇല്ല, പക്ഷെ പൈപ്പ് പുറത്തുണ്ടെങ്കിൽ കാല് കഴുകും, ഇല്ലെന്നുണ്ടെങ്കിൽ കാല് കഴുകില്ല, നമ്മൾ നേരെ അങ്ങ് അകത്ത് പോകും. അതാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ചില ഹോസ്പിറ്റലുകളിൽ ചെന്നാലും ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാലും ചെരുപ്പ് പുറത്തിട്ടിട്ടല്ലേ അകത്തേക്ക് കയറി പോകുന്നത്. അതെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്? നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മൾ ചെരുപ്പ് പുറത്തിട്ടിട്ട് കയറി പോകുന്നത് അത് നമ്മുടെ ഒരു ശീലമാണ്. അതിന് നിങ്ങൾ എന്തിനു ചോദ്യം ചെയ്യണം? ഇത് ആ അമ്പലക്കാരെ പറഞ്ഞാൽ മതിയല്ലോ. അവരാണ് ഇതിനെല്ലാത്തിനും തുടക്കം ഇട്ടത്. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, ഞാൻ അവരെ മാത്രമാണ് കുറ്റം പറയുന്നത്. എന്തായാലും ഞാനിതിൻ്റെ ആ ഒരു ക്ലിപ്പെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ കമൻറ്റുകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്നിട്ട് നിങ്ങളീ പലരും കണ്ടുപോയിട്ടുള്ളതായിരിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ, ഞാൻ പറയുന്നത് കഷ്ടമല്ലേ? ഇത്രയും മ്ലേച്ഛമായ രീതിയിലൊക്കെ എന്തിനാണ് കമൻ്റ് ഇടുന്നത്? ശരിക്കും ഞാൻ നിങ്ങളുടെ വർഗത്തിനെ പറഞ്ഞില്ല, നിങ്ങളെ ആരെയും പറഞ്ഞില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളും നമ്മളും ഒക്കെ ഒന്നാണ് എന്നല്ലേ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ഇത്രയും മോശമായ രീതിയിലൊക്കെ കമൻ്റ് ഇടുന്നത്. കഷ്ടം തന്നെ കേട്ടോ. കമൻറ്റ് കണ്ടോ?